ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിലെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോൻ്റെ അവസാനം അത് കാണാൻ പറ്റും. വീഡിയോ അവസാനം വരെ കാണുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. ആ സ്പെഷ്യൽ സാധാരണ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു റെസിപ്പി നിങ്ങൾ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഏതായാലും ഇതൊരു സ്പെഷ്യൽ തന്നെയാണ്. ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബിരിയാണിയുടെ മസാല നമ്മൾ സാധാരണ തയ്യാറാക്കുന്നത് പോലെ തയ്യാറാക്കിയിട്ട് തന്നെയാണ് കേട്ടോ. ബിരിയാണി മസാല വാങ്ങിയിട്ട് ആഡ് ചെയ്യല്ല. സാധാരണ ഇതുപോലെ നമ്മൾ ബിരിയാണി കൂട്ടുണ്ടല്ലോ, അത് വാങ്ങിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മളൊന്ന് പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. അതാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ള പിന്നെ ഈ ബിരിയാണി മസാല ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുരുമുളക് ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ ഇവിടെ എൻ്റെ കയ്യിൽ കുരുമുളക് പൊടിച്ചതാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കുരുമുളക് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ആ ബിരിയാണിക്കൂട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കായും കറുകപ്പൂവും കറാമ്പട്ടയും ഒക്കെ ഒന്നും കൂടി കുറച്ചും കൂടി നമ്മളെടുത്തുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ സാധാരണ പൊടിക്കുന്നത് പോലെ തന്നെ പൊടിച്ചെടുക്കുകയാണ്. പിന്നെ പെരുംജീരകം, പിന്നെ അതിലുള്ള ജീരകമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്നും നമുക്കിവിടെ ഡീറ്റെയിലായി പറയേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ പൊടിച്ചെടുക്കുന്നത് തന്നെ. ഈ ബിരിയാണിക്കൂട്ട് ഉണ്ടാക്കാൻ അറിയാത്തവരാരും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി തയ്യാറാക്കാൻ പോവുകയാണ്. ഇനി അതിലേക്ക് വേണ്ടത് ലേശം അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ്. നമ്മൾ സവാള, അണ്ടി, മുന്തിരി ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അതുപോലെ സവാള, അണ്ടി, മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാനുണ്ട്. അപ്പോൾ ആ ഓയിലിൽ തന്നെയാണ് നമ്മൾ സവാളയും അണ്ടി മുന്തിരിയൊക്കെ വറുത്തെടുത്ത ഓയിലിൽ തന്നെയാണ് നമ്മൾ കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇനി സവാള വഴറ്റിയെടുക്കാനുള്ളത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതായി സവാള നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സവാള നന്നായിട്ട് തന്നെ വഴന്ന് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം പൊടിച്ച് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക്, അതുപോലെ കറിവേപ്പില, ചപ്പ്, പിന്നെ സാധാരണ നമ്മൾ ബിരിയാണിയിലേക്ക് ഇടുന്ന എല്ലാ സാധനങ്ങളും ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്ത് അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്നതിന് ശേഷമാണ് തക്കാളി നമ്മൾ ചേർത്ത് കൊടുത്തത്. എപ്പോഴും അങ്ങനെ ചെയ്യണം കേട്ടോ. ഈ തക്കാളി നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നന്നാവുക. അപ്പോഴത്തേക്കും നമ്മൾ മറ്റുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് വഴന്ന് വരും. ഇനി നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു ബിരിയാണി കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സാധാരണ പോലെ കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ട് ഇനിയാണ് നമ്മൾ സ്പെഷ്യൽ എന്താണെന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റിൽ തന്നെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവാളയില്ലേ ദമ്മിടുമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിൽ നിന്നും കുറച്ച് സവാള പൊരിച്ചതെടുത്തിട്ട് നമ്മൾ ഈ ഒരു മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ഈ മസാല ഉണ്ടാക്കി വെച്ചതിലേക്ക് നമ്മൾ സവാള പൊരിച്ചെടുത്തത് ലേശം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ പോലെ തൈരും പിന്നെ നാരങ്ങ നീരും ഒക്കെ ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ബിരിയാണി മസാല തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ സവാളയും അണ്ടിപ്പരിപ്പൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് സവാള എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയാണ് നമ്മൾ ചിക്കന് കഴുകി വൃത്തിയാക്കിയതൊക്കെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം നല്ല വാടി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ ഇത് ചിക്കൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബീഫാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടിട്ട് കൊടുക്കാറാണ് ഞാൻ ചെയ്യാറ്. ചിലർ അങ്ങനെ തന്നെ ദമ്മിൽ കിടന്ന് വേവെന്നൊക്കെ പറയും, പക്ഷേ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. ചിക്കനാകുമ്പോൾ പിന്നെ എന്തായാലും വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ചിക്കനും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് തയ്യാറാക്കണം. അപ്പം ഞാൻ സാധാരണത്തെ പോലെ തന്നെ നെയ്ച്ചോറ് വെച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് റൈസ് ഇട്ടിട്ട് തിളപ്പിച്ച് ഊറ്റിയിടുകയും ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒന്നും കൂടി ടേസ്റ്റ് ഉള്ളത് നെയ്ച്ചോറാക്കി ഇടുന്നതാണ്. പക്ഷെ മറ്റേതും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഓയിലും പട്ടാപ്പൂവ് ഏലക്കായൊക്കെ ഇട്ടിട്ട് വെള്ളം നന്നാക്കി തിളപ്പിച്ച് അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് ചോറ് ഊറ്റിയെടുക്കുന്നതും കുഴപ്പമുണ്ടാവില്ല. ഏതാ നിങ്ങൾക്ക് കംഫർട്ട് അത് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നെയ്ച്ചോറിനുള്ള ഈ ഉള്ളി, അതുപോലെ പിന്നെ പട്ടാപ്പൂവ്, പെരി ലീഫ് എല്ലാം കൂടി ഇട്ടിട്ട് നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ നമ്മൾ മസാല നന്നായിട്ട് തന്നെ തയ്യാറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ചോറ് ദമ്മിടാൻ പോവുകയാണ്. അപ്പോൾ നെയ്ച്ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാതും ഞാൻ കാണിച്ചിട്ടില്ല, എല്ലാവരും വെക്കുന്നതാണ്. ഇനി ഇതാ ഈ ചോറ്
ദമ്മിടുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കായം റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് അല്പം ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ബിരിയാണി ദമ്മിടുകയാണ്. ഓരോരോ ലെയർ വെക്കുന്ന സമയത്ത് നമ്മൾ സവാള, അണ്ടി, മുന്തിരി ഇതൊക്കെ ഇടയ്ക്കെത്തും ചേർത്തെടുക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഒരുപാട് ചേർത്തിട്ടില്ലെങ്കിലും ഇടയിലൊക്കെ ഒന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് തന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇടയിലിടയിൽ ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്തിട്ട് അതൊക്കെ ബിരിയാണിക്കൊരു ടേസ്റ്റ് കൂടാനുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഏകദേശമൊക്കെ നമ്മളെ എല്ലാ ലെയറും റെഡിയായി അവസാനം ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചപ്പ്, പുതിന, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് മേലെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ചെയ്തെടുക്കാമെന്ന് മാത്രമായിട്ട് നിർബന്ധമൊന്നുമില്ല. ഇനി ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ടൈറ്റുള്ളൊരു പാത്രമാണ് മൂടിയെങ്കിൽ അതും വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി അതല്ല ഈ പൊടിയൊക്കെ ഒട്ടിച്ചിട്ടൊക്കെ ചെയ്യാറുണ്ടല്ലോ, അങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ ആവി അതിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി ബിരിയാണി ആയി കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതിനി നമുക്ക് 2 പാത്രത്തിലേക്കാക്കി മാറ്റണം. അപ്പോൾ ഇതാ ഈ ബിരിയാണി നല്ല അടിപൊളി തന്നെയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് പാത്രത്തിലേക്കൊക്കെ ആക്കിയിട്ട് വേറെ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നായിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ വെറുതെ പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആളുകളുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.